ഹായ് ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്ലീവിലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ എംബ്രോയ്ഡറി ഡിസൈനാണ് കാണിക്കുന്നത്. അപ്പോൾ അത് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ആദ്യം നോക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഓരോ ഇഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ള സ്ഥലത്താണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. തയ്യൽ തുമ്പ് അല്ലാതെ തന്നെ നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ഇഞ്ച് വിട്ടിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്ത വർക്കിനകത്തോട്ട് സ്റ്റിച്ച് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ പാറ്റേൺ ആദ്യം വരച്ചിട്ടൊന്നുമല്ല, നമ്മൾ ഡയറക്റ്റ് തന്നെ തുണിയിൽ വരച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്ലീവിനകത്ത് എങ്ങനെയാണോ നമ്മൾ ആ പാറ്റേൺ വരച്ചെടുക്കുന്നത്, അതുപോലെ തന്നെ മറ്റു സ്ലീവിനകത്തും നമുക്ക് ആ ഒരു പാറ്റേൺ വരച്ചാൽ മാത്രം മതി. ഈ ഒരു പാറ്റേൺ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ വരച്ചെടുക്കുകയാണ്. ആ ഒരു റൗണ്ട് വരയ്ക്കുന്നതിനകത്ത് നിശ്ചിത ഒരു അകലം കീപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ച് പോയാൽ മതി. അതിനുശേഷം നമുക്കതിനകത്ത് ലീഫ് കൊടുക്കണം. അപ്പോൾ ആ ഒരു ലീഫ് വരച്ചു കൊടുക്കുക. ഇതുപോലെ ഒരു സൈഡിലോട്ട് മാത്രം ഇങ്ങനെ നമ്മൾ ആദ്യം വരച്ച് മുഴുവനായിട്ടും വരച്ച് പോവാം. അങ്ങനെ വരച്ചതിന് ശേഷം ഇനി ഈ ഒരു സൈഡിലോട്ടും കൂടെ ഇതുപോലെ ലീഫ് വരച്ചു കൊടുക്കുക. ആ ലീഫ് ഒരു ഇച്ചിരി പൊങ്ങി നിൽക്കുന്ന രീതിയിലായിരിക്കും നമുക്ക് വരയ്ക്കുമ്പോഴത്തേക്ക് കിട്ടുന്നത്. കാരണം രണ്ടും ഒരേ ദിശയിലല്ല നമ്മൾ വരച്ചിട്ടുള്ളത്, ഒരേ ലൈനിലല്ല. അതുകൊണ്ട് അടുത്ത് വരുന്ന ലീഫ് ഇച്ചിരി പൊങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാം. ഈ സ്റ്റോൺ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഗമ്മ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ഡോട്ടിൽ നിന്ന് അടുത്ത ഡോട്ടിലോട്ട് ഇങ്ങനെ നൂല് പോലെ പശയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതങ്ങനെ ഇരിക്കുന്നത് ഒരു വൃത്തികേടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ നമ്മൾ അത് ഉണങ്ങുന്നതിന് മുമ്പ് ഒന്നും ചെയ്യണ്ട. ഒന്ന് ഉണങ്ങിയതിന് ശേഷം, അതായത് നമ്മൾ ഈ ഒരു സ്റ്റോണൊക്കെ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു നൂല് പോലെ ഇരിക്കുന്ന ആ ഒരു ഗമ്മിൻ്റെ ബാക്കി ഭാഗം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇതുപോലെ എല്ലാ സ്റ്റോണും ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഒരു സൂചി എടുത്തിട്ട് ഇതിൻ്റെ എക്സ്ട്രാ വന്നിട്ടുള്ള ആ ഗമ്മൊക്കെ ഇളക്കി മാറ്റാൻ പറ്റും. ഇതുപോലെ ആ സൂചി വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമുക്കത് വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഇതൊന്നും ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഈ ഒരു സ്റ്റോണിൻ്റെ ചുറ്റും ഷുഗർ ബീഡ് ഉപയോഗിച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഷുഗർ ബീഡ് അല്ലെങ്കിൽ കട്ട് ബീഡ്, ഞാനിവിടെ കട്ട് ബീഡാണ് എടുത്തിട്ടുള്ളത്.